മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മഞ്ഞുരുകൽ സംഭവിച്ചിരിക്കുകയാണ്. അവർ തമ്മിലുള്ള ഇപ്പോൾ പ്രശ്നമൊക്കെ തീർന്നിരിക്കുകയാണ്. പക്ഷേ ഇതിന് കാരണക്കാരനായി തീർന്നിരിക്കുന്നത് നമ്മുടെ പ്രൈം ടൈം ചർച്ചയിലെ ഹീറോ ആയ ഹാഷ്മിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഹാഷ്മി പറഞ്ഞു, മനാഫ് കേട്ടു. അങ്ങനെയാണോ? അതിന്ന് രാവിലെ 24-ലെ ഗുഡ് മോർണിംഗ് ശ്രീകണ്ഠൻ നായർ എന്ന ഷോയിൽ ഗുഡ് മോർണിംഗ് SK എന്ന ഷോയിൽ അതിൻ്റെ ചാനൽ മേധാവി തന്നെ പറഞ്ഞതാണ്, ഞങ്ങളുടെ പ്രൈം ടൈം ചർച്ചയിൽ ഹാഷ്മി മനാഫിനോട് പറഞ്ഞു കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷ്മി പറഞ്ഞത് മനാഫ് കേട്ടു എന്നുള്ളതാണ്. ഈ മനാഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു മനാഫിന് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അർജുൻ്റെ കുടുംബമാണ് വാർത്താ സമ്മേളനം വിളിച്ചതും ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ. കാരണം പലർക്കും സംസാരിക്കാൻ, ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് സംസാരിക്കാൻ ഒരു വിഷയം ഉണ്ടാക്കി തന്നത് അർജുൻ്റെ കുടുംബമാണ്. അപ്പോൾ ഈ അർജുന് വേണ്ടി 71 ദിവസം ഷിരൂരിലെ ഈ കാലാവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥ വെല്ലുവിളികളെ ഒക്കെ നേരിട്ടുകൊണ്ട് അർജുനെ തിരിച്ചു കൊണ്ടുവരും. അത് എങ്ങനെയാണെങ്കിലും ജീവനോടെ ആണെങ്കിലും അല്ലെങ്കിലും അർജുനെ തിരിച്ചു കൊണ്ടുവന്ന് കുടുംബത്തിന് കൊടുക്കുമെന്ന വാക്ക് പാലിക്കാനായി 71 ദിവസവും ആ ഷിരൂരിൽ നിന്ന് ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച ഒരാളാണ് മനാഫ്. മനാഫിൻ്റെ ജാതിയെയാണ് പലരും ചോദ്യം ചെയ്യുന്നത്. മനാഫ് എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിൽ ഘോരഘോരമായി പ്രസംഗിക്കുന്നുണ്ട്. പല ഏജന്റുമാരും കാറിനകത്തിരുന്ന് പല നാടകങ്ങളും പല നാരദ കളികളും കളിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനിടയിൽ അർജുൻ്റെ പെങ്ങളാണ് ഈ അർജുൻ്റെ ഭാര്യയെ പലതരത്തിൽ, കാരണം അവരൊരു നിസ്സഹായ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഇവർ മുന്നോട്ട് വരുന്നു എന്നൊക്കെ പല ആക്ഷേപങ്ങളും ഉണ്ടായി. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊക്കെ ചർച്ച ചെയ്യാനും നമുക്കൊക്കെ റീച്ച് കിട്ടാനുമായിട്ടുള്ള കാര്യങ്ങൾ അർജുൻ്റെ കുടുംബം തന്നെ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. നമ്മളാരും ഈ ഷിരൂരിൽ പോയിട്ടില്ല. പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അവിടെ കടക്കാൻ കഴിയില്ല. പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർക്ക് പോലും അവിടെ പരിമിതികൾ ഉണ്ടായിരുന്നു. പല പഴയ വിഷ്വലിട്ട് തന്നെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന പല ചാനലുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്കെല്ലാം ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ പിന്നെ അർജുൻ്റെ കുടുംബത്തിലെത്തിയതിൻ്റെ വിഷ്വല് അവരെ ലൈവായി കാണിച്ചുകൊണ്ടിരുന്നു. അരുൺകുമാറിന് വേണമെങ്കിൽ ആരും അറിയാതെ അർജുൻ്റെ വീട്ടിൽ പോയി അർജുൻ്റെ അമ്മയെ കണ്ട് ആശ്വസിപ്പിച്ച് അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്ന് തിരിച്ചു വരാമായിരുന്നു. പക്ഷെ അവരുടെ റീച്ചാണ് അവരവിടെ നോക്കിയത്. ഷിരൂരിൽ അവർ ഇത്രയും ദിവസം അർജുനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്ന് വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് വരെ ഷിരൂരിലുണ്ടായിരുന്നു. അത് റീച്ചിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വേറെ ആര് പറഞ്ഞിട്ട് മനാഫ് കേട്ടില്ല, അത് ഹാഷ്മി താജ് ഇബ്രഹാം പറഞ്ഞിട്ടാണ് മനാഫ് കേട്ടത് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ഒരു തമാശ ഞാൻ ജീവിതത്തിൽ ഇതിനപ്പുറം കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഹാഷ്മി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളൊരു വലിയൊരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അല്ല, ഞാനൊരു വസ്തുതയാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം പറയുന്നതിന് ജനങ്ങളെ സ്വാധീനിക്കാൻ വലിയ രീതിയിൽ സാധിക്കും. മനാഫ് ചിലപ്പോൾ കേട്ട് നമ്മളെ കടിച്ച പൊട്ടുന്ന വാക്കുകൾ പറയാതെയും സാധാരണ രീതിയിൽ സംസാരിച്ചും ജനങ്ങൾക്ക് മാധ്യമപ്രവർത്തകരാരും സെലിബ്രിറ്റികളല്ല. അവർ പറയുന്നത് ഇപ്പോഴത്തെ ജനങ്ങൾക്കറിയാം എന്തിനാണ് അവർ ഈ ഘോര പ്രസംഗിക്കുന്നതെന്നും എന്തിനാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. കാരണം അവർക്ക് ജീവിക്കണം, പരസ്യം വേണം, അതിന് ചാനലിന് റേറ്റിംഗ് വേണം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ഹാഷ്മിക്ക് കഴിവില്ല എന്നോ അല്ലെങ്കിൽ ഹാഷ്മി ഇതൊക്കെ ചെയ്യുന്നത് മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും അവരുടേതായ ചാനലിൻ്റെ റേറ്റിംഗും റീച്ചും ഒക്കെ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഹാഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഹാഷ്മിക്ക് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയാം. കാരണം ഇവർ ഇതിന്റെ പുറകെ നടന്നവരാണ്. അർജുന്റെ കുടുംബത്തെ അതിലും നന്നായിട്ട് അറിയാം. ഹാഷ്മിയെ സംബന്ധിച്ച് ഇത് നല്ല രീതിയിൽ പോണം എന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൈം ടൈം ചർച്ചയിലൊന്നും ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ല. മനാഫിക്ക അർജുൻ്റെ കുടുംബത്തോടൊപ്പം അർജുൻ്റെ കുടുംബത്തെ പോയി കണ്ട് ആ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കുക. ഇതെന്തിനാണ് ആളുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ റീച്ച് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്? അത്തരത്തിൽ ഇപ്പോൾ ഹാഷ്മിക്ക കുടുംബത്തോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും അനുകമ്പയും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹാഷ്മിക്ക് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാം. ഇത് ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അവർ ചെയ്തത് ഒരിക്കലുമല്ല. മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫ് തുടക്കത്തിൽ തന്നെ പക്വതയായ രീതിയിലാണ് പ്രതികരണങ്ങൾ നടത്തിയത്. ഞാൻ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ്. അർജുൻ്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അർജുൻ്റെ കുടുംബം പറഞ്ഞു. മനാഫ് അത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ട്രേഡ് മാർക്ക് അത് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതല്ലേ, എനിക്ക് ആ പേര് ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വെല്ലുവിളിക്കാം.
രണ്ടാമത് അത് കുഞ്ഞിനെ സ്വന്തം മകനായി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത് അദ്ദേഹം ആ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നു എന്നല്ല, ആ ഒരു സ്നേഹ വാത്സല്യത്തിന്റെ പുറത്താണ് പറഞ്ഞത് എൻ്റെ സ്വന്തം മകനെ പോലെ ഞാൻ ആ കുഞ്ഞിനെയും നോക്കും. കാരണം അത്രയും കാലം തന്റെ ലോറി ഓടിച്ചിരുന്ന ആളാണ് അർജുൻ എന്ന് പറയുന്നത്. അർജുൻ അത്രയും സ്നേഹത്തോടെ മനസ്സിൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ഒരു തൊഴിലാളി എന്നതിനപ്പുറം തൻ്റെ കുടുംബത്തിലെ കൂടി ഒരു അംഗമാണ് അർജുൻ എന്ന് മനസ്സിൽ തോന്നിയ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായതുകൊണ്ടാണ് മനാഫ് ഇത്രയും ദൂരം അവരോടൊപ്പം സഞ്ചരിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് വന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി കുറേ ഏജന്റുമാർ എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചതിൻ്റെ ഫലമായി ഇവർ മാധ്യമങ്ങളെ വിളിക്കുന്നു, എഴുതി വെച്ച സ്ക്രിപ്റ്റ് പോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് എന്തൊക്കെയോ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നു. പിന്നീട് അത് ഇവർക്ക് തന്നെ മനസ്സിലാവുന്നത് തെറ്റാണ്. കാരണം സോഷ്യൽ മീഡിയ മുഴുവൻ അർജുൻ്റെ അർജുനെതിരായി എന്നല്ല, ആ മനുഷ്യനോടൊപ്പം തന്നെയാണ് മലയാളികൾ മുഴുവൻ. പക്ഷെ അർജുൻ്റെ കുടുംബത്തിനെതിരായി സംസാരിച്ചു തുടങ്ങി. അർജുൻ്റെ പെങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിട്ടു. അളിയൻ ജിതിന് വലിയ രീതിയിലുള്ള, കാരണം അളിയൻ എന്ന് പറയുന്ന ഒരു വിളി തന്നെ ഒരു അപഹാസ്യമായ രീതിയിലേക്ക് ആളുകൾ ജിതിനെ കണ്ടു തുടങ്ങിയ സംഖ്യ അളിയ എന്നൊക്കെ, കാരണം രാഷ്ട്രീയം അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് അത് പോയപ്പോൾ കുടുംബത്തിന് തന്നെ മനസ്സിലായി, കാരണം ഇത്തരത്തിൽ ഇനി മുന്നോട്ട് പോയാൽ സമൂഹം മുഴുവൻ ഞങ്ങളെ ഒറ്റപ്പെടുത്തും. മനാഫിനൊപ്പമാണ്, കാരണം സത്യത്തിനൊപ്പമാണ് സമൂഹം. അതിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയും ചെയ്തു, ദേവി ഇത് എന്നെ സംഖ്യ അളിയാന്ന് വിളിക്കരുത്, ഞാനൊരു വർഗീയവാദിയല്ല. കൃത്യമായിട്ട് അതിപ്പോ ഒരു പ്രശ്നം വരുമ്പോ ഇപ്പോ പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും പിന്നെ മറ്റേ RSSന്റെ ഒരു ചരട് കെട്ടിയ ആളാണെങ്കിൽ ഇപ്പൊ അയാൾ ജനിച്ചപ്പോഴായിട്ട് 1-2 വയസ്സിലായിരിക്കും കയ്യിൽ കെട്ടിയത്. പക്ഷെ 50ാമത്തെ വയസ്സിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ഇവൻ സംഖ്യയാണ്. അയാൾക്ക് ബോധമുള്ള സമയത്തായിരിക്കില്ല, ചിലപ്പോ മറ്റേ ശാഖയിൽ നിന്ന് കിട്ടുന്ന ചരടോ വല്ലതും കിട്ടിയത് ആ സമയത്തായിരിക്കില്ല. എന്തായാലും ഇപ്പോൾ മനാഫിൻ്റെ രാഷ്ട്രീയം തിരിഞ്ഞു പോയവർക്കും മനാഫിൻ്റെ ജാതി തിരിഞ്ഞു പോയവർക്കും അർജുനോടൊപ്പം നിന്ന് കുറേ കാര്യങ്ങൾ കളിച്ച് റീച്ച് കൂട്ടാം, അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തോടൊപ്പം നിന്ന് കുറേ കാര്യങ്ങൾ കളിച്ച് റീച്ച് കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചവർക്കൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മനാഫിനെ തെറി പറഞ്ഞ് മനാഫ് റീച്ച് കൂട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരും യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും ഇവരും റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മനാഫ് റീച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് അർജുന്റെ കുടുംബമാണ് വിളിച്ചു പറഞ്ഞത്. അതോടുകൂടി ആ യൂട്യൂബ് ചാനൽ തേടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പോയി. ചുമ്മാ ഇരുന്ന മനുഷ്യന് 10,000 പേരോ 1000 പേരോ സബ്സ്ക്രൈബ് ഉണ്ടായിരുന്ന ആ യൂട്യൂബ് ചാനലിൽ 2 ലക്ഷം പേരെ അർജുന്റെ കുടുംബം തന്നെ സംഭാവന ചെയ്തു. അപ്പോൾ സത്യത്തിൽ ഗൗതം മനാഫിന്റെ കൂടെ നിൽക്കുന്നത് കേരളത്തിലെ വലിയൊരു സമൂഹം തന്നെയാണ്. അതൊരു ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതെ, അതാണ് യഥാർത്ഥ പോയിന്റ്. അതാണ്, ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനാഫിനൊപ്പമാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അത് നമുക്കറിയാം, ഒരാളെ കാണുമ്പോൾ അയാൾ പൂർണ്ണമായും 100% ആത്മാർത്ഥതയോടെയാണ് ആ കാര്യത്തെ നേരിടുന്നത്. ആ കാര്യം വരുമ്പോൾ അയാളുടെ സംസാര രീതി, ശരീരഭാഷ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. പിന്നെ കുറേ ഈ എന്താ പറയുന്നത് കുറേ അത്തരം വാക്ക് തന്നെ ഇവിടെ പ്രയോഗിക്കേണ്ടി വരും. കുറേ യൂട്യൂബേഴ്സുകൾ, ഇപ്പം നമ്മളെയും ചിലപ്പോൾ അത്തരത്തിൽ പലരും പറയുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറെ പേർ നടക്കുക. അവരുടെ പ്രശ്നം മനാഫിന്റെ, ഞാൻ ഇന്നലെ മുതൽ അത് പറയുന്നു. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട കുറെ കാര്യങ്ങളാണ്. ജാതി പറഞ്ഞുകൊണ്ട് അങ്ങ് അധിക്ഷേപിക്കുകയാണ്. ഇയാളുടെ ഉദ്ദേശം ഇതല്ല, ഇയാളുടെ ഉദ്ദേശം ഇയാൾക്ക് എന്ത് ഉദ്ദേശമാണ്? ഇയാൾക്ക് മനാഫിനെ സംബന്ധിച്ചിടത്തോളം ആ ലോറി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനാഫിന് ഇൻഷുറൻസ് തുക കിട്ടും. അത് വാങ്ങി വീട്ടിൽ മര്യാദയ്ക്ക് പോയിരുന്നാൽ പോരെ. ഹാഷ്മി പറഞ്ഞിട്ടൊന്നും മനാഫിന്റെ സ്വന്തം മനസ്സിൽ തോന്നിയിട്ടാണ് അദ്ദേഹത്തെ ഇത്രയും അപമാനിതനാക്കിയിട്ടും അദ്ദേഹം ആ വീട്ടിലേക്ക് കയറി ചെന്നുവെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി കേരള സമൂഹത്തിന് മുന്നിൽ മുഴുവൻ അദ്ദേഹത്തെ അപമാനിതനാക്കിയതാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. എന്നിട്ടും അദ്ദേഹം ഒരു പ്രശ്നവും ഒരു മനസ്സിലൊരു വൈരാഗ്യം വെക്കാതെ ആ കുടുംബത്തിലേക്ക് അദ്ദേഹം ചെന്ന് കയറിയെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിന് വലിപ്പം, അതെ അതെ, തോളിൽ കൈയിട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പം എത്രത്തോളമാണ്. അതായത് നല്ല മനുഷ്യരെ ജീവിക്കാൻ ഈ സമൂഹം അനുവദിക്കില്ല എന്നുള്ളതിന് തെളിവാണ് ഈ സമൂഹത്തിലെ ചില നികൃഷ്ട ജീവികൾ. അതെ അതെ, ചില നികൃഷ്ട ജീവികൾ എന്തിനും തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇനി നമുക്കിത് ചർച്ച ചെയ്യേണ്ട, ഞങ്ങളും ഇതോടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അർജുൻ്റെ കുടുംബവും മനാഫിൻ്റെ കുടുംബവും സന്തോഷത്തോടെ സഹകരിച്ച് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ആര് പറഞ്ഞിട്ടുമല്ല, നിങ്ങൾ കേട്ട നിങ്ങളുടെ മനസ്സുകളിൽ തോന്നിയ ആ നന്മ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഒന്നിപ്പിച്ചത്. തുടക്കത്തിൽ ഗൗതം പറഞ്ഞതുപോലെ ആ മഞ്ഞുരുകൾ അത് ആരംഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരിക്കലും അല്ല, അത് 100% ശരിയാണ്. അത് ആ ചാനലിന്റെ റീച്ച്, അതാണ് അവരുടെ റീച്ച്. ഹാഷ്മി പറഞ്ഞിട്ടൊന്നുമല്ല, മനാഫിന്റെ നല്ല മനസ്സ് തന്നെയാണ് ഇത്രയും അപമാനിതനായിട്ടും അദ്ദേഹം ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കാണിച്ച മനസ്സ്.